എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ആർദ്യം വിക്കി എന്ത് കാര്യത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നു. എന്നാൽ അതും ആർക്കും അറിയില്ല. ആരതിയാണെങ്കിലോ ഒന്നും തുറന്നു പറയാത്ത ഒരു ക്യാരക്ടറും. പക്ഷെ ഇപ്പൊ വിക്കി ആണെങ്കിൽ അതുപോലെ തന്നെ പെരുമാറുന്നു. അവര് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താന്ന് എനിക്കറിയാം, പക്ഷേ പറയാൻ പറ്റില്ല. വാട്ട്? നിനക്കറിയാന്നോ? പിന്നെന്താ പറയാത്തത്? പറയില്ല എന്നല്ല, ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാ. എന്താ ചേച്ചി? എന്താന്ന് വെച്ചാ ആ കാര്യം വലിയ സീക്രട്ടാ. ഞാനിപ്പോ അത് പറഞ്ഞാലും അത് അവരെ തന്നെ പ്രൈവസിയെ ബാധിക്കും. കാര്യം മനസ്സിലാവാതെ ഇത് സോൾവ് ചെയ്യാൻ നിന്നാൽ അത് വലിയ ബുദ്ധിമുട്ട്. ആദ്യ ഓൾമോസ്റ്റ് ഇംപോസിബിൾ. എന്റെ അഭിപ്രായത്തിൽ അവരെ രണ്ടുപേരും മനസ്സിൽ ഒരയവ് വന്ന, ഐ മീൻ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായാ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറയും തോന്നുന്നു. ചേച്ചിയെ ഞാൻ അന്നു മുതലേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുമാതിരിയായിരുന്നു. എന്നാ ചേട്ടനോട് വഴക്കുണ്ടാക്കിയ കാര്യമാണെങ്കിൽ വീട്ടിൽ പറഞ്ഞതേയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിൽ നടന്ന പ്രശ്നം നമ്മൾ ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു കാണുമല്ലേ? എല്ലാവരും അത് തന്നെ പറയോ? നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയല്ലേ. കാര്യം എന്താണെന്ന് അറിയാതെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ആദ്യ അവരുടെ ഇടയിൽ എന്താണെന്ന് ദയവ് ചെയ്ത് പറയും. അതൊക്കെ സത്യ ചേട്ടാ. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും ചേച്ചിക്ക് ഷെയർ ചെയ്യായിരുന്നല്ലോ. എന്നാ ഈ കാര്യം അവള് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ഇടയിലുള്ള രഹസ്യമാണെന്നല്ലേ? ചേച്ചി, നീ ആ കാര്യം എന്താണെന്ന് പറയണ്ട. ശരി, നീ ഇനി ഒന്നും പറയണ്ട. ഇപ്പൊ നമ്മൾ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്ന് കരുത്. അതിനെന്ത് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാ. എന്താ ചേച്ചി? എന്താന്ന് വെച്ചാ ആ കാര്യം വലിയ സീക്രട്ടാ. ഞാനിപ്പോ അത് പറഞ്ഞാലും അത് അവരെ തന്നെ പ്രൈവസിയെ ബാധിക്കും. കാര്യം മനസ്സിലാവാതെ ഇത് സോൾവ് ചെയ്യാൻ നിന്നാൽ അത് വലിയ ബുദ്ധിമുട്ട്. ആദ്യ ഓൾമോസ്റ്റ് ഇംപോസിബിൾ. എന്റെ അഭിപ്രായത്തിൽ അവരെ രണ്ടുപേരും മനസ്സിൽ ഒരയവ് വന്ന, ഐ മീൻ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായാ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറയും തോന്നുന്നു. ചേച്ചിയെ ഞാൻ അന്നു മുതലേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുമാതിരിയായിരുന്നു. എന്നാ ചേട്ടനോട് വഴക്കുണ്ടാക്കിയ കാര്യമാണെങ്കിൽ വീട്ടിൽ പറഞ്ഞതേയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിൽ നടന്ന പ്രശ്നം നമ്മൾ ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു കാണുമല്ലേ? എല്ലാവരും അത് തന്നെ പറയോ? നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയല്ലേ. കാര്യം എന്താണെന്ന് അറിയാതെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ആദ്യ അവരുടെ ഇടയിൽ എന്താണെന്ന് ദയവ് ചെയ്ത് പറയും. അതൊക്കെ സത്യ ചേട്ടാ. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും ചേച്ചിക്ക് ഷെയർ ചെയ്യായിരുന്നല്ലോ. എന്നാ ഈ കാര്യം അവള് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ഇടയിലുള്ള രഹസ്യമാണെന്നല്ലേ? ചേച്ചി, നീ ആ കാര്യം എന്താണെന്ന് പറയണ്ട. ശരി, നീ ഇനി ഒന്നും പറയണ്ട. ഇപ്പൊ നമ്മൾ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്ന് കരുത്. അതിനെന്ത് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം ചേട്ടാ. നമ്മളിപ്പോ കൂടിയത് പോലും അതിനാ. എന്റെ അഭിപ്രായത്തിൽ അവർക്ക് പ്രൈവസി വേണം. ഒരാളിനെ ഒരാൾ അടുത്ത് തന്നെ വേണം. ചുറ്റുമുള്ളവരാരും അവരെ ഒബ്സർവ് ചെയ്യുന്ന അവർക്ക് തോന്നരുത്. സോ അന്നേരം അവർ പരസ്പരം സംസാരിച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവില്ലേ? കറക്റ്റാ ചേച്ചി. നമ്മുടെ വീട്ടിൽ അവർക്ക് പ്രൈവസി ഇല്ല. ഇവിടെയും വീട് നിറച്ച ആളല്ലേ. സോ അവർക്ക് രണ്ടുപേർക്കും പ്രൈവസി കിട്ടുന്ന സ്ഥലത്തേക്ക് അവരെ അയക്കണം. അവർ സംസാരിക്കാറില്ല. ഇനി പുറത്തു വിട്ടാലും അവർ സംസാരിക്കുവോ? അങ്ങനെ പോവില്ല. പക്ഷെ അവര് പോവാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. അതെന്ത് പ്ലാനാ ചേച്ചി? എന്റെ അടുത്തൊരു സൂപ്പർ പ്ലാൻ ഉണ്ട്. അതിഥി, നീ വലിയ തെറ്റാ ചെയ്യാൻ പോന്നെ. അത് അച്ഛൻ ആ മാല എനിക്ക് വാങ്ങിച്ചു തന്നതല്ലേ? അതിലെനിക്കൊരു അവകാശം ഇല്ലേ? അത് അച്ഛൻ നിനക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് വിൽക്കാനുള്ള അവകാശം നിനക്കില്ല. അവകാശം എന്ന വലിയ വാക്ക് പറയുന്നതിനൊക്കെ മുമ്പ് അച്ഛനത് ഉണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നീ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനേക്കാൾ ഉപരി അവരത് എത്ര സ്നേഹത്തോടെയാ നിനക്ക് തന്നതെന്ന് ആലോചിച്ച് നോക്ക്. ആ വിചാരം എനിക്കുണ്ട്. പക്ഷെ ഞാൻ വേറെ എന്ത് ചെയ്യുമെന്ന് നീ തന്നെ ഒന്ന് പറ. നീ ഇപ്പൊ അത് എടുത്തോണ്ട് പോയാല് അത് പിന്നെ വലിയ പ്രശ്നമാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്റെ മാല
ഞാൻ മോഷ്ടിച്ചെന്നല്ലേ വരുള്ളൂ. അതെനിക്കൊരു പ്രശ്നമൊന്നുമല്ല. വെറുതെ മണ്ടത്തരം കാണിക്കണ്ട അതിഥി. തെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാ. പക്ഷെ നീ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരും. പക്ഷെ ആ റൗഡികളെ വീട്ടിൽ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയാലോ? അത് അയൽപ്പക്കത്തുള്ളവരൊക്കെ അറിഞ്ഞ് പിന്നെ അത് വലിയ നാണക്കേടാവില്ലേ? അതിലും നല്ലതല്ലേ ഇത്? ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് മാത്രമേ നിനക്കറിയൂ. പക്ഷെ മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഒരു പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് പിന്നെ അതിലും വലിയ പ്രശ്നം തലയിലെടുത്ത് വെക്കുന്ന പോലെയാ. പ്രശ്നം ആവരുത്. എനിക്ക് മാത്രം ആ പ്രശ്നം ആവുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഞാൻ ഒരുത്തി കാരണം ഈ വീട്ടിലുള്ളവർക്കെല്ലാം പ്രശ്നമാവും. അതിനുവേണ്ടി ഈ ഒരു മാല നഷ്ടപ്പെടുത്തുന്നത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണ്ട അതിഥി, ഞാൻ പറയുന്ന കേക്ക്. ധൃതി പിടിക്കണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അതിന് നിന്റെ കയ്യിൽ ഉത്തരവില്ലല്ലോ. നീ എന്റെ തല തിന്നാതൊന്ന് പോയേ. ദൈവമേ, പ്ലീസ് നീ തന്നെ എന്നെ രക്ഷിക്കണം. എന്നെ കൈവിടല്ലേ. അതിഥി, നീ എന്താ മോളെ ഇവിടെ? അമ്മയെ അന്വേഷിച്ചു വന്നതാ. അമ്മ അടുക്കളയിലുണ്ടല്ലോ. മോളെ, എന്താ പറ്റി? അച്ഛാ, എന്നോട് ക്ഷമിക്ക അച്ഛാ. ക്ഷമിക്കണം? എന്താ മോളെ, എന്താ പറ്റി? അച്ഛനോട് വലിയ തെറ്റാ ഞാനിപ്പോ ചെയ്തത്. വേദാന്ത്, നീ ഇതുവരെ പോയില്ലേ? നിനക്ക് എന്തോ അർജന്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോയത്? അമ്മേ, ഉണ്ടായിരുന്നു. ബട്ട് സം റീസൺ ആ പണി വീട്ടിലേക്ക് വന്നു അമ്മേ. വീട്ടിലേക്ക് വന്നെന്നോ? വാട്ട് യു മീൻ? അമ്മേ, ഐ മീൻ പുറത്തു പോയി ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മെസ്സേജ് വന്നു. വെൽ ദെൻ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലമ്മേ, ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്നെ ഒന്നും ഫ്രീ ആയിട്ട് കാണാറില്ല. അങ്ങനെയുള്ളപ്പോ നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതും ചെയ്യാതെ ആദ്യയുടെ റൂമിന് മുന്നിൽ നീ ഇങ്ങനെ സെക്യൂരിറ്റിയെ പോലെ നിൽക്കുന്ന എന്തിനാ? അതുകൊണ്ടാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത്. വേദാന്ത്, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ഞാൻ നാളത്തെ വർക്കിനെ പറ്റി അങ്ങ് ആലോചിക്കുകയായിരുന്നു. ഇല്ലേ, ഈ പറഞ്ഞതൊന്നും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മകൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. വളരെയേറെ അവന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഇതൊന്നും ശരിയായിട്ട് തോന്നുന്നേ ഇല്ല. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്ക അച്ഛാ. ക്ഷമ എന്നത് വലിയൊരു കാര്യമാണ്. അതിനു മുമ്പ് ഇപ്പൊ പറ്റിയ തെറ്റിന് പരിഹാരം എന്താന്ന് നോക്കണം. അച്ഛാ, അച്ഛന് റിട്ടയർമെന്റ് ആയപ്പോ കിട്ടിയ കാശുകൊണ്ട് അച്ഛൻ ഇത് തീർക്കുമെന്ന് എനിക്കറിയായിരുന്നു. അച്ഛൻ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? പക്ഷെ ഇപ്പോ ഞാൻ കാരണം എല്ലാം കുളമായി. പണമൊന്നും അല്ല ജീവിതം മോളെ. ചിലർക്ക് ഒരുപാട് പണം ഉണ്ടാവും, ചിലർക്ക് കുറച്ച് പണം ഉണ്ടാവും. ചിലർ കൂടുതൽ പണം ഉണ്ടാക്കും, ചിലർ കുറച്ച് മാത്രം പണം ഉണ്ടാക്കും. എന്നാൽ മൂല്യങ്ങളുണ്ടല്ലോ, അതാർക്ക് വേണമെങ്കിലും കൂട്ടാം. ആർക്ക് മൂല്യങ്ങൾക്ക് വിലയില്ലാതായോ അവരാണ് ശരിക്കും പാവങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പണത്തിന് വില കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ നിന്നെ വഴിമധ്യത്തില് കൊള്ളപ്പലിശക്കാര് വന്ന് ശല്യപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഓഹോ, മഞ്ജുദ സാറല്ലേ?
ഇങ്ങോട്ട് എന്തിനത്ര കഷ്ടപ്പെട്ടു വന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നോ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വന്നേ? അങ്ങനെയൊന്നുമില്ല. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നിരിക്കും. പണം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത പണിയൊന്നും ഞങ്ങൾക്കില്ല. എന്നാ പ്രായമായ പെണ്ണിനെ ശല്യം ചെയ്യുന്നത് അംഗീകരിക്കാനും ആവില്ല. ശരിയല്ല, ഞങ്ങൾക്ക് മനസ്സിലാവും അത്. പക്ഷെ എന്ത് ചെയ്യാനാ? പൈസയല്ലേ ഇവിടെ മുഖ്യമായിട്ടല്ലേ? അതിലൊരു കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രശ്നം എന്നറിയോ? കൊറോണ കൂടി വന്നേ പിന്നെ ഞങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ലെന്നേ. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ചെയ്യണ്ടേ? എന്നാൽ നീ ഇവൾക്കെതിരെ തിരിഞ്ഞാൽ ജനം ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദയവായി ഇത്തരത്തിലുള്ള പണിയൊന്നും ചെയ്യരുത്. മഞ്ജു ചേട്ടാ, നിങ്ങളുടെ പൈസ ഞങ്ങളുടെ വന്നാ ഞങ്ങൾ പിന്നെ ശല്യം ചെയ്യാനേ വരില്ല. അങ്ങനെ ഞങ്ങൾ പൈസ വന്നാ പിന്നെ ഞങ്ങൾ ഈ കൊച്ചിന്റെ പുറകെ പോകേണ്ട കാര്യം എന്താ? ഞങ്ങള് അത്രയും വൃത്തികെട്ടവരല്ല. ഞങ്ങൾക്ക് കാശ് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലേ, ഇവള് ഞങ്ങൾക്ക് പെങ്ങളെ പോലെയല്ലേ? എന്താ പണം തിരിച്ചു കിട്ടിയെന്ന്? ചുമ്മാ തമാശ പറയില്ല മഞ്ജു ചേട്ടാ. രാവിലെ തന്നെ പലിശ അടക്കം പണം കിട്ടിയില്ലേ? രാവിലെ കിട്ടിയോ? ആര് തന്നു? ഇന്ന് ഇവരുടെ കൂടെ വീട്ടിൽ പോകാന്ന് കരുതിയതന്നെ. എന്നാൽ അവനെ കാണുന്നേ ഇല്ലല്ലോ. എവിടെ പോയി? അപ്പോഴേ ചേച്ചി പോകുമെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് അവൻ പോയോ? ഇല്ല ഇല്ല ഇല്ല, എന്റെ ചെക്കൻ അത്ര വലിയ ലൂസ് ഒന്നും അല്ല. ലവ് ആയത് മുതല് നീ പണ്ടത്തെക്കാളും കൂടുതൽ അബദ്ധങ്ങളാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നമ്മൾ ലവ് ചെയ്യുന്ന ആൾക്കാരെ അറിയാതെ ഫോളോ ചെയ്യുമെന്ന് ആദ്യം മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കുന്നത് നോക്കി പൊട്ടത്തിയെ പോലെ. ഞാൻ പറഞ്ഞത് ചിരിക്കുമ്പോ നിനക്കാണ് നല്ല ഭംഗിയുണ്ടെന്ന്. ആയിക്കോട്ടെ, വിട്ടേക്ക്. അപൂർവമായിട്ട് റൗഡി ബേബിക്ക് നീ നല്ലൊരു കൗണ്ടർ തന്നു. അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ വെറുതെ ഫ്ലോപ്പ് ആക്കുന്നില്ല. ഇപ്രാവശ്യം നീ ജയിച്ചു. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാന്നാ പറഞ്ഞേ. ഓക്കെ, ഡൺ. നീ പോയിട്ട് വാ. ഞാൻ നിന്നോട് പോണ്ടെന്ന് പറഞ്ഞ് നിനക്ക് പോണെന്ന് വാശി പിടിച്ച ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് കരുതിയല്ലേ നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇതിനെയാണ് അഹങ്കാരം എന്ന് ഞങ്ങൾ പറയുന്നത്. നിന്റെ ചെക്കനോട് വായ തുറന്ന് പറയാൻ എന്തിനാ എത്ര മടി വിചാരിക്കുന്നത്? എന്തിനാ വലിയ പോസ് ഇടുന്നതെന്ന്? നീ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ചേച്ചി നമ്മളെ ഫോളോ ചെയ്യുന്നു. ഇതും അങ്ങനെ തന്നെയാ. അങ്ങനെന്ന് വെച്ചാ സിമ്പിൾ. നിന്റെ കൊളസ്ട്രോൾ എനിക്കും ട്രാൻസ്ഫർ ആയിന്ന്. അവസാനം കിട്ടിയില്ലേ? എനിക്കും എന്റെ ഫാൻസിനും ജീവൻ നഷ്ടപ്പെട്ടാലും തന്നത് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരെയല്ല. ശരി ശരി, വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.